കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദീനിൻ്റെ സീസൺ 5 എപ്പിസോഡ് 5 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാര്യം പലരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അത് മാത്രമല്ല, നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താറായിട്ടുണ്ട്. സോ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ഒരു വലിയൊരു കഥയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയായിട്ട് ആരൊരാൾ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഒന്ന് എഴുന്നേക്ക്. ഈ ടൈമിൽ ഇതൊന്നും മൈൻഡാതെ ആർത്താട്ടെ അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. സാർ, ഞാൻ കുറേ നേരമല്ലേ പറയുന്നത്, കമാൻഡർ റീഡിൻ്റെ സ്പീച്ചിന് മുമ്പ് താങ്കൾ റെഡി ആകേണ്ടതാണ്. ഈ ടൈമിൽ തന്നെ ഒരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. നീ മാറിക്കോ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചോളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു സ്ഫോടനമാണ് പിന്നെ കാണുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആർത്തർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി. ഓ, നീയായിരുന്നു. നിന്നെ ഞാൻ ഇവിടെ വെച്ച് കാണുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബെറിയൻ. നീ പുതിയ ട്രിക്സ് പഠിച്ചെന്ന് കേട്ട്. അല്ല, പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് ബീരുക്കളാന്ന് അറിയാമല്ലേ? പക്ഷെ നമ്മൾ യുദ്ധത്തിലെന്നുള്ള കാര്യം നീ മറന്നുപോയോ? എന്തായാലും റെഡിയാകാൻ നോക്ക്. നിനക്ക് വേണ്ടി എല്ലാവരും ടെലിപ്പോർട്ടേഷൻ ഗെയിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, ലൂക്കസിനെ മാറുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പം മാറ്റി വെച്ചിരിക്കുവാണ്. കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് അവൻ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിലാണ്. സോ എന്തൊക്കെ സംഭവിച്ചാലും ഈ കോണ്ടിനെന്റിൽ കഴിഞ്ഞല്ലോ ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ. ആ ടൈമിൽ തന്നെ ആൾ വന്ന് പറയുന്നുണ്ട്, സാർ ഞാൻ വീണ്ടും വന്ന് പറയുവാണ്. ആ ടൈമിൽ 2-3 മിനിറ്റ്സ് ഇടയ്ക്ക് വന്നിട്ട് പറയും ചെയ്യും, റോസ ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഹലോ സാർ, ഞങ്ങൾ കമാൻഡർ വിരയൻ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്, പ്രോസസ്സൊക്കെ സ്പീഡപ്പ് ചെയ്യാനായിട്ട്. താങ്കൾക്ക് കുളിക്കാനൊന്നും മൂടില്ലെങ്കിൽ ഞാനത് നോക്കുന്നതായിരിക്കും. ഒന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പറഞ്ഞിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ അവർ പറയും ചെയ്യും, അതേപോലെ തന്നെ താങ്കൾ വാഷപ്പായിട്ട് ഈ ആർമർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ സമയത്ത് ആർത്തർ അതുകൊണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ലോർഡ് ആൾഡ് താങ്കൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്പീച്ച് അവിടെ നിൽപ്പുണ്ട്. നിന്റെ കോളർ കുറച്ച് ലൂസാണല്ലോ, എന്ത് പറ്റി? നീ നെർവസ് ആണോ? പിന്നല്ലാതെ നല്ല നെർവസ് ആണ്. കമാൻഡർ ബിറിയൻ ഇതേപോലെ സ്പീച്ച് നടത്തുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല, ആലക്കരുടെ എനിമീസയുടെ ഒരു സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എന്തെങ്കിലും റീസൺ ഇല്ലാതെ പുള്ളിക്കാരൻ ഈ ഒരു പരിപാടി വെക്കത്തില്ലല്ലോ. ശരിയാണ്, ഇത് കുറച്ച് വൈൽഡുള്ള കാർഡാന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൽസിൻ്റെ രാജാക്കന്മാരും അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ നടത്തുന്ന ഈ സ്പീച്ച് നമ്മുടെ ക്രൗഡിനെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, 2-3 ലാൻഡ്സ് നമ്മളിവിടെ ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ടല്ലോ. സോ അവരുടെ കാര്യം കൂടെ നമ്മൾ നോക്കണ്ടേ. ബാക്കിയുള്ളവർക്ക് അവരൊരു നല്ല റിയാക്ഷൻ തന്നെ കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നില്ലെങ്കിലും ഈ യുദ്ധം പെട്ടെന്നാണ് അവർ സൗണ്ട് കേൾക്കുന്നത്. അവരെല്ലാം തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ വിരിയൻ പറയുന്നുണ്ട്, അവസാനം അവനിവിടെ എത്തിയല്ലേ കമാൻഡർ വിരിയൻ ആൻഡ് മൈ കിങ്സ് ക്യൂൻസ്, ഞാനിവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാട്ടെ നമ്മുടെ ആർത്തറായിരുന്നു. പുള്ളിക്കാരുടെ തന്നെ പുതിയ സ്യൂട്ടിലായിരുന്നു. അവൻ പറയും ചെയ്യും, ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്. ആർത്തർ, നീ വളർന്നിരിക്കുന്നു. അത് നാച്ചുറൽ ഗ്രോത്തിൻ്റെയാണ്. ഓഫ് കോഴ്സ് നീ ശരിക്കും വളർന്നിരിക്കുന്നു. നിന്റെ ഹൈറ്റ് മാത്രമല്ല, പക്ഷേ സ്ട്രെങ്തിലും. ഒരു സോൾജർ എന്ന നിലയ്ക്ക് ഞാൻ നിന്ന് ഇതാണ് പ്രതീക്ഷിച്ചത്. ഞാൻ വന്ന സ്ഥലവും എൻ്റെ പാസ്റ്റും ഞാനിവിടെ മൈൻഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ ഈ കോണ്ടിനെൻറ്റിലെ ഒരു സോൾജർ മാത്രമാണ്. ഈ കോണ്ടിനെൻറ്റിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. ആ ടൈമിലാണ് അവിടേക്ക് ഒരാൾ വരുന്നത്. ഗ്രീറ്റിംഗ്സ് ആർത്തർ, നിന്നെ അവസാനം ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ പേര് റാഡിയസ് എന്നാണ്. ഞാൻ ഡോവ്സിൻ്റെ പുതിയ റെപ്രസെൻറ്റേറ്റീവാണ്. ഈ സമയത്ത് തന്നെ അവൻ പോയി കൈ കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നെപ്പറ്റി എലീജയുടെ കത്തുകളിൽ നിന്ന് കുറേയധികം കേട്ടിരുന്നു. അപ്പോൾ താങ്കൾ? അതെ, ഞാൻ എലീജയുടെ ഗാർഡിയനായിരുന്നു. അവൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് തന്നെ. ഈ സമയത്ത് തന്നെ തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കേ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതൊരിക്കലും നിൻ്റെ കുറ്റമല്ല. അവൻ്റെ അവസ്ഥ അങ്ങനെയായി പോയില്ലേ, അത് നമുക്കൊരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. എലീജ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അതുകൊണ്ട് അവൻ എന്നെ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതെൻ്റെ വാക്കാണ്. താങ്ക്സ് ആർത്തർ. അറ്റൻഷൻ ലാൻസ്, ഗേറ്റ് കീപ്പർ നിങ്ങൾക്ക് സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ അകത്തേക്ക് കയറി വരേണ്ടതാണ്. ആ ടൈമിൽ തന്നെ സില്ലി പറയുന്നുണ്ട്, നമ്മൾ കൂടുതൽ റൈഡേഴ്സിനുമായിട്ട് സംസാരിക്കേണ്ടതാണ്. അതെന്തു പറ്റി? അല്ല, എലീജനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുമല്ലോ. അത് മാത്രമല്ല എലീജ എങ്ങനെയാണ് അവിടെ ചെന്ന് വീണതും, അതല്ല ഇത്രയും വലിയൊരാൾ അവൻ എങ്ങനെയാണ് എടുത്ത് വളർത്തിയെന്ന് നമ്മൾ അറിയണ്ടേ. ഈ സമയത്ത് ആർത്തറിൻ്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ഹലോ ആർത്തർ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആ ടൈമിൽ ആർത്തർ ആലോചിക്കുന്നുണ്ട്. എന്നൊരു ആ ഷെയ്ക്ക് എന്നെ കൊടുക്കുകയും ചെയ്യും. അതാട്ടെ കുറച്ച് ഓക്വേർഡായുള്ള ഷെയ്ക്ക് ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവരങ്ങനെ നിൽക്കും. ഫോർമലി മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഗ്രിഫിൻ. ശരിയാണ്, നമ്മൾ ഇനി നന്നായിട്ട് കാണേണ്ടതാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവൾ മുന്നിലേക്ക് നടക്കുന്നതാണ്. ഈ സമയത്ത് ആർത്തർ പറഞ്ഞു ചെയ്യും, അവളെ കണ്ടിട്ട് ശരിക്കും നൈസായിട്ടുണ്ട്. ആ ടൈമിലാണ് സിൽവി പറഞ്ഞത്. പക്ഷേ അവളുടെ ഓറ അത് നേരെ
എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. നിന്റെ ട്രെയിനിങ് നന്നായിട്ട് പോയിരുന്നോ ആർത്തർ? അതെ, അത്യാവശ്യം നന്നായിട്ട് പോയി. പക്ഷേ വൈറ്റ് സ്റ്റേജിലേക്ക് ഇനിയും ഒത്തിരിയധികം ദൂരമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒത്തിരി ദൂരം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ടൈമിലാണ് അവർ വിളിച്ചു പറഞ്ഞത്, ലാൻസുകൾ അകത്തേക്ക് വാ. പിന്നെ കാണിക്കുന്നത് അവർ നേരെ നടക്കുന്നതാണ്. ഈ ടൈമിൽ സില്ലു പറയുന്നുണ്ട്, ഇതെല്ലാം ശരിക്കും ഫണ്ണായിരിക്കും. അതുകൊള്ളാം, ഈ ഒരു വീടുള്ള കാര്യം നിനക്ക് ഫണ്ണായിട്ടാണല്ലേ തോന്നുന്നത്. അങ്ങനെ ആ ഗേറ്റിൻ്റെ അകത്തൂടെ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയായിട്ട് എല്ലാവരും രാജാക്കന്മാരെ, ലാൻസരെ എല്ലാവരും വാഴ്ത്തുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ രാജാക്കന്മാരും ബാക്കിയുള്ളവരും അവരൊക്കെ കൈപൊക്കി കാണിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരും അതേപോലെ ടെസിയും ബാക്കിയുള്ളവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ചധികം നാളായി. എത്ര നാളെയെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. ജനറൽ കമാൻഡർ വില്യം പറയുന്ന നേരത്ത് താങ്കൾ തന്നെ അവിടേക്ക് ചെല്ലേണ്ടതാണ്. ജനറലോ? ഈ സമയത്താണ് കമാൻഡർ വില്യം പുള്ളിക്കൻ്റെ സ്പീച്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ ലീഡേഴ്സ് എല്ലാവരും എൻ്റെ തൊട്ടു പുറകിൽ നിൽപ്പുണ്ട്. അവരാണ് നിങ്ങളുടെ ഈ ഫ്യൂച്ചറിനെ, നിങ്ങളുടെ ഈ കോണ്ടിനെ പല ഡെക്കേഡ്സ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തു വന്നിരുന്നത്. എന്നാൽ നിങ്ങളുടെ കിങ്സും ക്യൂൻസും അല്ല അവരുടെ ലൈഫുകൾ റിസ്ക് ചെയ്ത് ഫ്രണ്ട് ലൈൻസിൽ പോകുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട ജനറൽസാണ്. അവരിവിടെയുണ്ട്. സോ ഡിക്കേതനിലെ ലാൻസിനെ ഞാനിവിടേക്ക് വിളിക്കുന്നു. ഈ സമയത്ത് അവർ മൂന്നുപേരും മുന്നിലേക്ക് കടന്നു വരും. അവർക്ക് വേണ്ടിയുള്ള ആർപ്പ് വിളികളും തുടങ്ങും. ആ ടൈമിൽ തന്നെ വിരിയൻ തൻ്റെ കൈവക്കി അവരെ എല്ലാവരും സൈലൻസ് ആക്കും. എന്നിട്ട് പറയും ചെയ്യും, പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് യുദ്ധത്തിലാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ പല ലാൻസുകളും ഇവിടേക്ക് വന്നിട്ടില്ല. അതൊരു മിസ്റ്റേക്ക് അല്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങളൊരു വാക്ക് തന്നിരുന്നു, ഈ ലാൻസിനെ എന്ന് പറയുന്നത് ബെർത്തും സ്റ്റാറ്റസും കൊണ്ടല്ല, പകരം അവരുടെ ഹാർഡ് വർക്കും ടാലന്റും സ്ട്രെങ്തും കൊണ്ടാണ് തീരുമാനിക്കുന്നതെന്ന്. സോ ഇതൊരു പുതിയ ഇറ തുടങ്ങുവാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ റാങ്കും ഇവിടേക്ക് കയറി വരുന്നുണ്ട്. സോ ഞങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുതിയ ലാൻസിനെ ഇവിടേക്ക് ക്ഷണിക്കുന്നു, ആർത്തർ ലിവൈൻ. ആ സമയത്ത് ആർത്തർ മുന്നിലേക്ക് നടക്കാൻ നേരത്ത് ഒത്തിരിയധികം പേര് അവന് വേണ്ടി കൈയടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടെസിയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ അത്ര ഹാപ്പി അല്ലായിരുന്നു. സോ ഇത് നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. അത് കൊള്ളാം. അല്ല ആർത്തർ, ഒന്ന് ചിരിക്കി. അല്ല, പ്രസംഗം ചെയ്യാൻ റെഡിയല്ലേ? പ്രസംഗമാ? ഞാനൊട്ടും പ്രിപ്പയർ അല്ല. അല്ല, ഈ ലാൻസിന്റെ പൊസിഷൻ തന്നെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നീ പ്രിപ്പയർ ആവേണ്ട കാര്യമൊന്നുമില്ല. അവർ നിന്റെ പ്രജകളാണ് ആർത്തർ. നീ വേണം അവരോട് സംസാരിക്കാനായിട്ട്. നീ അവരുടെ ഇടയിൽ വളർന്ന ഒരാളാണ്. സോ നിനക്കായിരിക്കും അവർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പുഷ് ചെയ്യാൻ സാധിക്കുന്നത്. കാര്യം നീ ഒരു നോബിൾ അല്ലായിരുന്നു, നീ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. സോ എനിക്കിതിനെ വിശ്വാസമാണ്. നിനക്ക് അവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. കാര്യം അവർ നിന്റെ പ്രജകളാണ്. ആൻഡ് ആർത്തർ ഒരു പ്രസംഗം ചെയ്യാൻ നിന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എനിക്കറിയാം ഇത് വളരെ ചെറിയ ചാപ്റ്റർ തന്നെയാണ് ഗൈസ്. പക്ഷേ എനിക്ക് ഇനി കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. സോ സമയമൊന്നും ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് മുതൽ ക്രിസ്മസ് എക്സാംസ് തുടങ്ങാൻ പോകുവാണ്. സോ നിങ്ങൾ ആ കാര്യം മറക്കേ ചെയ്യരുത്. നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പരീക്ഷ എഴുതണം. സോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.